കാനഡയിലേക്ക് സ്റ്റുഡൻറ് വിസയിൽ വരാൻ വേണ്ടി ഇനിയും അധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിരവധി വർഷങ്ങളായിട്ട് കാനഡയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ പല ഗവൺമെൻറ് പോളിസീസൊക്കെ മറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഈ വർഷവും ഇനിയും ധാരാളം പോളിസി അപ്ഡേറ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും കാനഡയിലെ സ്റ്റഡി, അതോടൊപ്പം തന്നെ ഇവിടെ മുന്നോട്ടുള്ള സാധ്യതകൾ, PR സാധ്യതകൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് ഇന്ന് റിജിന ഇവിടെയുണ്ട്. റിജിന പണ്ടൊക്കെ നമ്മുടെ ലൈവ് സെഷനുകളിലൊക്കെ വരുന്നയാളായിരുന്നു. റിജിന പല കാര്യങ്ങളും തന്റെ അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്യുന്നതാണ്. വെൽക്കം റിജിന. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാമോ? പറയാം. ഹായ്, എന്റെ പേര് റിജിന. ഞാൻ ഇവിടെ കാനഡയിൽ വന്നിട്ട് 2024 വന്നത്. മെയ് ഇൻടേക്ക് ആയിരുന്നു. ഞാൻ എടുത്ത കോഴ്സ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. ഇപ്പോഴും കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ഇയർ കോഴ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ കണ്ണൂരാണ് ഞാൻ. കണ്ണൂർ. അപ്പൊ ഫാമിലി ഒക്കെ നാട്ടിൽ തന്നെയാണ്? ഫാമിലി നാട്ടിൽ തന്നെയാണ്. ഞാൻ മാരീഡ് ആണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഒമാനിലാണ്. ബാക്കി പാരന്റ്സ്, രണ്ടുപേരുടെയും പാരന്റ്സ് നാട്ടിലുണ്ട്. നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അതിനുശേഷമാണ് അങ്ങോട്ട് വന്നത് PG ഒക്കെ കഴിഞ്ഞിട്ട്? അതെ. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ് കമ്പ്യൂട്ടർ സയൻസിൽ. അത് കഴിഞ്ഞ് ഞാൻ ഇൻഫോ പാർക്കിൽ 2 വർഷം വർക്ക് ചെയ്തിരുന്നു, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ. ആഫ്റ്റർ ദാറ്റ് അതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ IELTS എഴുതുന്നു, കിട്ടുന്നു, അങ്ങനെ കാനഡ ചൂസ് ചെയ്യുന്നു. ആദ്യം എന്റെ പ്ലാനിൽ കാനഡ ആയിരുന്നില്ല, അയർലൻഡ് ആയിരുന്നു. പക്ഷെ അന്നേരം അവിടെ സ്പൗസിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കാനഡ ചൂസ് ചെയ്യാൻ കാരണം കാനഡ സ്പൗസിന്, ഫാമിലീസിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കാനഡ ചൂസ് ചെയ്തതാണ്. പക്ഷെ ഞാനിവിടെ എത്തി ആ ദിവസം തന്നെ റൂൾ അങ്ങ് ചേഞ്ച് ആയി. സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിന്റെ നമ്മള് ആദ്യം വന്ന റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 2 വർഷം പഠിച്ചു കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് കയറി കഴിഞ്ഞാൽ കൊണ്ടുവരാന്നായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും റൂൾ ചേഞ്ച് ആയി. ഒരു കുറച്ച് മന്ത്സിനുള്ളിൽ തന്നെ ആദ്യം റൂൾ ചേഞ്ച് ആയി. അവരത് മൊത്തത്തിൽ മാറ്റിയിട്ട് Tier 0, 1, 2, 3 എന്ന് പറഞ്ഞ ലിസ്റ്റിലുള്ള ജോബ്സിലുള്ളവർക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റൂള് കൊണ്ടുവന്നു. നേരത്തെ നമുക്ക് ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നവർക്കും അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നവർക്കൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കുന്നവർക്കേ ഉള്ളൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ, അതായത് സ്പൗസൽ വർക്ക് പെർമിറ്റ്. പക്ഷെ അതിലും കുറെ റൂൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം അവർക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ മാസ്റ്റേഴ്സ് തന്നെ 1 ഇയർ ഉണ്ട്, അതുപോലെ തന്നെ 2 ഇയേഴ്സ് ഉണ്ട്. അപ്പൊ അവര് മന്തിന്റെ കൺസിഡറേഷൻ വെച്ചിട്ടാണ്, കോളേജും യൂണിവേഴ്സിറ്റിയും മന്തിന്റെ കൺസിഡറേഷൻ വെച്ചിട്ടാണ് ഇപ്പം സ്പൗസ് ഓപ്പൺ വർക്കിന് കൊടുക്കുന്നത്. നമ്മുടെ രാജ്യം, അതായത് ഞാൻ ഇപ്പൊ കാനഡയിൽ വന്നിട്ട് വർഷങ്ങളായി. അപ്പൊ നമ്മൾ 2 രാജ്യങ്ങളെ പറ്റിയും പറയൂല, ഇന്ത്യയെ പറ്റിയും കാനഡയെ പറ്റിയും പറയും. 2 രാജ്യങ്ങൾ നമ്മുടെ രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഒരു ഗ്രോയിങ് എക്കോണമി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്ന ഒരു തീരുമാനം ഇപ്പം ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം കാനഡയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലൈമറ്റ് നമുക്ക് ഒരു ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണ്. അതർ ദാൻ ദാറ്റ് നമുക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിലും നമുക്ക് ഫുൾ നമ്മൾ സ്വന്തമായിട്ടുള്ള സെൽഫ് ഡെവലപ്മെന്റ് ഒക്കെ നല്ലൊരു സ്ഥലമാണ് കാനഡ എന്ന് പറയുന്നത്. എനിക്ക് പക്ഷെ റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. മീൻസ് വന്നു കഴിഞ്ഞാൽ ജോബ് കിട്ടാനുള്ള ഒരു ടൈം എടുക്കും, കിട്ടില്ല എന്നല്ല, ടൈം എടുക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എൻറ്റയർലി ഡിഫറെന്റാണ്. കാരണം നമ്മുടെ നാട്ടിലെ അസൈൻമെന്റ്സോ അങ്ങനെയൊന്നുമില്ല, എക്സാം ആയിരുന്നു മെയിൻ പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാം സ്പൂൺ ഫീഡിങ് ആണ്. പക്ഷെ ഇവിടുന്ന് നമ്മള് സ്വന്തമായിട്ട് എല്ലാം പഠിച്ചെടുക്കണം. ക്ലാസ് എടുക്കുക വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു PPT വെച്ച് അവരിങ്ങനെ വായിച്ചു പോകത്തേ ഉള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ് എടുക്കത്തില്ല. നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ സെൽഫായിട്ടുള്ള വർക്കുകളാണ്, പക്ഷെ സിലബസുകളെല്ലാം വരുന്നത് കൃത്യമായിട്ട് ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ സ്കിൽസ് പ്രത്യേകിച്ചും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നാട്ടില് 2 വർഷമല്ലേ റെജിന വർക്ക് ചെയ്ത്? അവിടെ 2 വർഷം. അപ്പൊ അതർ ദാൻ ആ എക്സ്പീരിയൻസിൽ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് പല കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കാൻ പറ്റുമോ? ഒരുപാട് പഠിക്കാൻ പറ്റി. ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ ഞാൻ ഓൾറെഡി അവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഫീൽഡിലോട്ട് കയറിയത്. ഞാൻ സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആയിരുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഇന്നേൽ തന്നെ, അതുപോലെ ഇതിനു മുന്നേ കോഴ്സ് ചെയ്തതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ്. ഇപ്പം ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെസ്റ്റിംഗ് കോഴ്സിന്റെ സിലബസ് ആയാലും മീൻസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണെങ്കിലും എല്ലാം എൻറ്റയർലി ഡിഫറെന്റാണ്. ഒരുപാട് കണ്ടന്റ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇവിടെ വന്നപ്പോ. അതായത് ഈ സമയത്തൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു കാനഡയിലെ എഡ്യൂക്കേഷൻ മോശമാണ്, പ്രത്യേകിച്ചും ബിസിനസ് കോഴ്സുകളിൽ. നിരവധി ആളുകൾ വെറുതെ ഇവിടെ വരുന്നു, സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, അതിനുശേഷം നമുക്ക് PR ലോട്ട് കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ്
ഇവിടെ നിൽക്കാന്നുള്ള ഒരു കണക്കോട്ടിൽ വരുന്നതായിരുന്നു. ഇപ്പൊ പല അപ്ഡേറ്റ്സും വന്നിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റഡീസിന്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യങ്ങളിലും വളരെയധികം സ്ട്രിക്ട്നെസ് വന്നിട്ടുണ്ട്. ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, കോളേജ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ എല്ലാം നേരെയാക്കി എടുക്കാൻ വേണ്ടി. ഇടയ്ക്ക് ഒരു കുറച്ച് പാളിച്ചകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രജനിയുടെ അഭിപ്രായത്തിൽ ഇപ്പോഴും ആ നല്ല സിസ്റ്റത്തിൽ കൂടെ തന്നെ കാനഡയിലെ കോളേജുകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അത് എത്ര നാളെടുത്തു അതൊരു ജോലി കിട്ടാൻ വേണ്ടി? ഞാൻ വന്നത് ഇവിടെ ഏപ്രിൽ ആണെങ്കിൽ ഞാൻ മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കും എനിക്കൊരു ജോലി കിട്ടിയായിരുന്നു. ഞാൻ റെസ്റ്റോറന്റിലാണ് ഫസ്റ്റ് കയറിയത്. ഒരു 1 മന്ത് ജൂൺ ലാസ്റ്റ് വരെ ഞാൻ വർക്ക് ചെയ്തു അവിടെ. കാരണം മാനേജ്മെന്റ് സൈഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. മീൻസ് നമ്മൾ വർക്ക് ചെയ്യാൻ ഒരു രാവിലെ ഇപ്പൊ ഒരു 10 മണിക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പുലച്ച് 1 മണി വരെ വർക്ക് ചെയ്യും. ബട്ട് ഫുഡ് കഴിക്കാൻ വിടത്തില്ല, വെള്ളം കുടിക്കാൻ വിടത്തില്ല, വാഷ്റൂം പോകാൻ വിടത്തില്ല, അങ്ങനെ കുറെ ഇതായിരുന്നു. ഒരു തിരക്കുള്ള റെസ്റ്റോറന്റ് ആയിരുന്നു, പുതിയ സ്റ്റാർട്ട് ചെയ്ത റെസ്റ്റോറന്റ്, ഒരു ബ്രാഞ്ചാണ്. പക്ഷെ അതുകൊണ്ട് ഹെൽത്തിന് നല്ല ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ഞാനത് ക്വിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഞാൻ കയറിയത് സെപ്റ്റംബർ 7 എനിക്ക് വേറെ ജോലി കിട്ടി സാൽവേഷൻ ആർമിയിൽ. ത്രിഫ്റ്റ് സ്റ്റോർ ആണ് ഇവിടുത്തെ, ഒരുപാട് ത്രിഫ്റ്റ് സ്റ്റോർ ഉണ്ട്. അതിൽ സാൽവേഷൻ ആർമി ത്രിഫ്റ്റ് സ്റ്റോറിലാണ് എനിക്ക് ജോലി കിട്ടിയപ്പോഴേക്ക്. അപ്പം അതൊരു നല്ലൊരു ജോലിയാണ്. മീൻസ് കമ്പാരിറ്റീവ്ലി വിത്ത് റെസ്റ്റോറൻറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് നല്ലത് തോന്നിയത് സ്റ്റോർ അസോസിയേറ്റ് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എംപ്ലോയറിന്റെ ചൂഷണങ്ങൾ പലപ്പോഴും ഉണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ, റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിൽ, അങ്ങനെ പല ഇൻഡസ്ട്രികളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവർക്ക് സിന്നിലല്ലാതെ ആളെ എടുക്കുക, ഇല്ലീഗലായിട്ട് അങ്ങനെ ചെയ്യുക, വർക്കർ ബെനിഫിറ്റ്സ് കൊടുക്കാതിരിക്കുക, EI കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി തന്നെ വേണം എല്ലാവരും എടുക്കാൻ വേണ്ടി. കാരണം ആദ്യ ഘട്ടങ്ങളിൽ വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. അത് പിന്നീട് ഒരു ട്രബിളായി മാറുന്നവരും ഉണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും. അപ്പോൾ ഇപ്പോഴത്തെ ജോലി നന്നായിട്ട് പോകുന്നു. ഇനിയിപ്പോ മുന്നോട്ട് കോപ്പ് കാര്യങ്ങളാണ്, പഠനം ഏതാണ്ട് തീരാറായി അല്ലേ? കോഴ്സ് എന്റെ ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് തീരും. അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കോപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് പെയ്ഡ് ആയിരിക്കണം. അപ്പൊ അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, കോളേജ് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം അത് നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. ആർക്കും ഇതുവരെ ഒന്നും സെറ്റ് ആയില്ല. കാരണം അത് പെയ്ഡ് ആയതുകൊണ്ട് ഇവിടെ കോപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പെയ്ഡ് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടും. കോപ്പ് കിട്ടിയില്ല എന്ത് ചെയ്യുന്നേരം? അത് കോളേജിൽ നിന്ന് പ്രൊജക്ട് ചെയ്യാം. നമ്മൾ ഫീസ് അടച്ച് പ്രൊജക്ട് ചെയ്യാം. അപ്പൊ അത് എക്സ്പീരിയൻസ് വൈസ് നോക്കുമ്പോഴത്തേക്കും പ്രൊജക്ട് ചെയ്യുന്നതായിരിക്കും അതോ നമ്മുടെ ഈ കോപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ? എനിക്ക് തോന്നുന്നു കോപ്പാണ്. കോപ്പാകുമ്പോൾ നമ്മൾ ഒരു ഓഫീസ് എൻവയോൺമെന്റ് പോയിട്ട് ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് തന്നെയാണല്ലോ ഉള്ളത്. അപ്പം കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു കോപ്പിനായിരിക്കും കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രൊജക്റ്റും സെയിം, നമ്മൾ പുറത്ത് റിയൽ വേൾഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓഫീസിൽ വർക്ക് ചെയ്യുക, ആ ഒരു രീതിയിലാണ് പ്രൊജക്ട് ചെയ്യിപ്പിക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പൊ അതും പ്രശ്നം ഉണ്ടാവില്ല. ഈ ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഇതോ കൊടുത്തേച്ചാൽ മതി. അപ്പൊ കോഴ്സ് കംപ്ലീഷൻ നമുക്ക് അവിടെ കിട്ടും. എത്രയാണെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്കിപ്പോ ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട്? ഇപ്പൊ നമ്മുടെ ടോട്ടൽ കോഴ്സ് നോക്കി കഴിയുമ്പോൾ 2 വർഷത്തെ വരുമ്പം തന്നെ 25 lakhs അടുപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ സെക്കൻഡ് ഇയർ ഫീസും അടച്ചു. ഏകദേശം നാട്ടിലൊരു 6-7 ലക്ഷം തേർഡ് സെമ്മിന്റെ ഫീസ് അടച്ചു. ഏകദേശം ഒരു 40-40 അടുപ്പിച്ച് തന്നെ എന്തായാലും ലിവിങ് എക്സ്പെൻസും എല്ലാം കൂടി. അപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളെ നോക്കി കഴിയുമ്പോഴേക്കും ഇപ്പോൾ പാർട്ട് ടൈം ചെയ്ത് സെക്കൻഡ് ഇയർ ഫീസ് അടയ്ക്കാന്നുള്ള കാര്യം പോസിബിൾ ആണോ? പോസിബിൾ ആണ്. അതെ, ഇപ്പോഴും ഉണ്ട്. ഇപ്പം ചെയ്യാൻ പറ്റും. അതെങ്ങനെ മാനേജ് ചെയ്തു? അത് നമ്മള് എക്സ്പെൻസ് ചെയ്യുന്ന പോലെ ഇരിക്കും. മീൻസ് നമ്മൾ അത്രയും കൺട്രോൾ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഫീസ് ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പം ചെറിയ ഷോർട്ടൊക്കെ ഉണ്ടാവും, എന്നാലും മാക്സിമം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അത് ഇനി മുന്നോട്ട്. കാരണം ഇപ്പൊ നല്ലൊരു കോർപ്പറേറ്റ് ലൈഫ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഒരു 4-5 വർഷത്തെ സ്ട്രഗിൾ, അതിനുശേഷം ഒരു നല്ല ലൈഫ് സ്റ്റൈലിലോട്ട് നമുക്ക് പോകാം എന്നുള്ള ഒരു കണക്കൂട്ടലിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ മിനിമലിസം കൊണ്ടുവന്നേക്കുന്നത്? അതായത് ഞാൻ ചോദിക്കുന്നത് ഫുഡിന്റെ കാര്യങ്ങളില്, അക്കോമഡേഷനില്, എല്ലാ കാര്യങ്ങളിലും വന്നിട്ടില്ല, നമ്മുടെ ഷോപ്പിങ്, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതിൽ എന്തിലൊക്കെയാണ് ഒരു ചെറിയൊരു ഉപദേശം നമ്മുടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? റെന്റ് എങ്ങനെയും 500 എനിക്ക് പോകും. കാരണം അത് നമുക്ക് കുറക്കാൻ പറ്റത്തില്ലല്ലോ, അതെങ്ങനെയും പോകും. പിന്നെ ഫുഡ് എന്ന് വെച്ച് പട്ടിണി അടക്കൊന്നുമല്ല. ഞാനൊരു വ്യക്തി ആയതുകൊണ്ട് ഫാമിലിയായി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ സിംഗിളായി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് നമുക്ക് അറിയാലോ എത്രമാത്രമാണ്. അപ്പൊ അതിന് കണക്കായിട്ടായിരിക്കും ഷോപ്പിംഗ് ചെയ്യുക. പിന്നെ അത് മാത്രല്ല, ഓവറായിട്ട് ഷോപ്പിംഗ് ഒഴിവാക്കും. നമ്മളെ നാട്ടിൽ നിന്നാകുമ്പോ കണ്ടമാനം പോയിട്ട് സാധനങ്ങൾ വാങ്ങുക, ഡ്രസ്സ് വാങ്ങുക എല്ലാം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഇവിടെ വന്ന സമയത്ത്
ഫീസ് ഉണ്ടാക്കണം, ലോൺ അടക്കണം, അങ്ങനെ കുറച്ച് ഇതുള്ളത് കൊണ്ട് നമ്മൾ ഷോപ്പിംഗ് വാങ്ങും. ചിലപ്പം വിൻഡോ ഷോപ്പിംഗ് മാത്രമായിരിക്കും നടത്തുക. ചിലപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രം ഷോപ്പ് ചെയ്യും. അല്ലാത്ത കേസിൽ ഷോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. എന്നിട്ട് ഒരു കൃത്യമായിട്ടൊരു സേവിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. സേവിങ്സിൽ നിന്നാണ് ഈ പൈസ ഇതിലൂടെ അടച്ചിരുന്നത്. അതായത് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഇൻകം മൈനസ് എന്താണ് സേവിങ്സ് ദെൻ എക്സ്പെൻസ്. അല്ലാതെ വരുമ്പോഴേക്കും നമ്മൾ നോർമലി ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് വരുന്നതാണല്ലോ സേവിങ്സ് എന്ന് പറയുന്നത്. തിരിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും. ആളുകൾക്ക് ഇപ്പോഴും നമ്മുടെ ഒരു കുറച്ച് മിനിമലിസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടച്ച് തീർക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പ്രൂഫാണ് ഇപ്പോൾ രജനി ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് സ്പൗസൽ വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. ഹസ്ബൻഡ് ഇപ്പം എവിടെയാണ്? ദുബായിലാണ് അല്ലേ? ഒമാനിലാണ്. ഓക്കെ. അപ്പൊ ഒമാനിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങുകളൊക്കെ തുടങ്ങിയോ? ഓൾറെഡി നമ്മൾ ചെയ്ത് പകുതി പേപ്പർ വർക്ക് കഴിഞ്ഞ് മെഡിക്കൽ എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഈ റൂള് വരുന്നത്. ഞാനിവിടെ എത്തി അതേ ദിവസം തന്നെ റൂള് മാറുയത്. അപ്പൊ അത് അവിടെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്തായാലും കോഴ്സ് കഴിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്റെ കോഴ്സ് ഒരു ജാനാവുമ്പേക്ക് കഴിയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം ഏതെങ്കിലും ഒരു ജോബ് സെക്ടറിലോട്ട് കയറിയിട്ട് വേണം എനിക്ക് സ്പൗസിനെ വർക്ക് പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ. വർക്ക് പെർമിറ്റിലായിരിക്കുന്ന സമയത്ത് 2 വർഷത്തെ വരുന്നുണ്ടല്ലോ, അതും ആ ജോലിയുടെ ആണ് മെയിൻ. നമ്മൾ ചെയ്യുന്ന ജോലി വർക്ക് ഓൺ ഡിമാൻഡ് ആണെങ്കിലേ ഉള്ളൂ നമുക്ക് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റും. അവരൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ജോലി ആണെങ്കിൽ നമുക്ക് സ്പൗസിനെ കൊണ്ടുവരാം. ഓക്കെ. ഇപ്പൊ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ജോലി കിട്ടിയാൽ വരാൻ പറ്റുമോ? പറ്റും. അല്ലെങ്കിൽ മറ്റ് കാറ്റഗറി നോക്കുമ്പോൾ എന്തൊക്കെ വരാൻ പറ്റുമായിരിക്കും? ഇതിൽ പറയുന്നത് മാനേജ്മെന്റ് ജോബ്സ്, ടെക്നിക്കൽ ജോബ്സ്, സ്കിൽഡ് ജോബ്സ്, അങ്ങനെയുള്ള ഏതെങ്കിലും ലിസ്റ്റിലുള്ള ജോബ്സ് ആണ് ഇപ്പൊ അവര് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സാലറിയും പറഞ്ഞിട്ടുണ്ടോ? അതോ ബേസിക് സാലറിയിലാണെങ്കിലും വരാൻ പറ്റുമോ? ആ സാലറി ക്രൈറ്റീരിയ ഇതുവരെ പറഞ്ഞിട്ടില്ല. ജോബ് ലിസ്റ്റ് മാത്രം പറഞ്ഞു. ജോബ് ലിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി മുന്നോട്ട് ഇവിടെ വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർക്ക്, അതായത് ഇപ്പൊ അറിയാം ഇതേ കാറ്റഗറി നിങ്ങളുടെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒത്തിരി പേര് കാണുന്നുണ്ട്. കാരണം ആ സമയത്ത് ഒരു ട്രെൻഡ് തന്നെയായിരുന്നു. 2021-22 കല്യാണമൊക്കെ കഴിഞ്ഞ് കാനഡയ്ക്ക് പോവുക, എന്നിട്ട് അവിടെ പോയി ഫാമിലിക്ക് ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ആക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്നവർക്കൊരു കാര്യമാണിത്. അപ്പം നിങ്ങളുടെ ജോബ് ലിസ്റ്റിങ് കാര്യങ്ങൾ നോക്കുക. നമ്മുടെ ജേഴ്സ് സാറിന്റെ പല ഇന്റർവ്യൂസും നമ്മളിവിടെ നടത്തുന്നതാണ്. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ പല കാര്യങ്ങൾ ഇതേപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ജേഷനോട് ചോദിച്ച ശേഷം കാര്യങ്ങൾ ലൈവിൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഇനിയിപ്പോ PR സാധ്യതകളെ പറ്റി ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും? ഇപ്പൊ നോക്കുമ്പോൾ പോയിന്റ്സ് വളരെ കൂടുതലാണ് PR-ന്. പക്ഷെ എക്സ്പ്രസ് എൻട്രിയിൽ എനിക്ക് തോന്നുന്നു 500 വരുന്നത്, 600 അടുപ്പിച്ചാ വരുന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് ട്രൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അവർ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് PR. റീസെന്റ് വന്നിരിക്കുന്ന 521 ആണ് ഇപ്പോഴത്തെ സ്കോർ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ സ്കോർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം എത്ര വരുന്നുണ്ടെന്നുള്ളത്? ഇല്ല, ഞാൻ ഇപ്പൊന്നും നോക്കിയിട്ടില്ല. ഞാൻ വരുന്നതിന് മുന്നേ നോക്കിയത്. അപ്പൊ അത് എത്രയാന്ന് ഓർക്കുന്നില്ല. ഓക്കെ. ഇനിയിപ്പോ അങ്ങനെയുള്ള ഓരോ സെറ്റ് ക്രൈറ്റീരിയാസ് വെച്ച് എല്ലാവർക്കും നോക്കാവുന്നതാണ്. CRS കാൽക്കുലേറ്ററിൽ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കുക എത്ര സ്കോർ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിജിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെൽപിപ്പ് തുടങ്ങുന്നതിന്റെ കാര്യങ്ങളെ പറ്റി. നമ്മുടെ സെന്ററും സെൽപിപ്പിന്റെ സെന്റർ ആണ്. നമ്മുടെ കോഴ്സുകളൊക്കെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽപിപ്പ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണം കിട്ടുന്നത്? നമുക്കിപ്പോ സെൽപിപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് മൊത്തത്തില്. IELTS ആണെങ്കിൽ നമ്മൾ 13 days വെയിറ്റ് ചെയ്യണം റിസൾട്ടിന് വേണ്ടി. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ടും കിട്ടും. പിന്നെ അത് മാത്രമല്ല, കമ്പാരിറ്റീവ്ലി എല്ലാവരും പറയുന്നത് ഈസി ആണ് IELTS-നെക്കാട്ടിയും എന്ന് പറയുന്നത്. അറിയത്തില്ല, പക്ഷെ ഞാൻ പൊതുവെ ആൾക്കാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, എഴുതിയവര് പറഞ്ഞത് കമ്പാരിറ്റീവ്ലി ഈസി ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, എളുപ്പമാണ് എന്നുള്ള രീതിയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് നോക്കാവുന്ന തന്നെയാണ്. കാരണം ഞാൻ ഒരു ഇൻസ്ട്രക്ടർ ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ മൊഡ്യൂൾസും ടെസ്റ്റും എല്ലാം ചെയ്തിരുന്നു. അപ്പൊ അതിലെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓരോ സിനാരിയോസ് തരുന്നു, അതനുസരിച്ച് ചെയ്താൽ മതി. ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ സ്പീക്കിംഗ് മൊഡ്യൂൾ ആണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതൊക്കെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും ഇപ്പൊ ആളുകൾക്ക് കിട്ടുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് എഴുതി ഇപ്പൊ വർക്ക് പെർമിറ്റ് കയറിയവര്, അവർക്കൊക്കെ കിട്ടിയായിരുന്നു. വർക്ക് പെർമിറ്റിന് വേണ്ടി ഇങ്ങനെ ഒരു റിക്വയർമെന്റ് ഇല്ല ഇപ്പോൾ? വർക്ക് പെർമിറ്റ് ഉണ്ട്. പഴയ LDS പോലുള്ള ഇല്ല. അത് 2 കൊല്ലത്തിന്റെ എക്സ്പയറി ആവുമല്ലോ, അത് കഴിയും. അപ്പോഴേക്കും
ഏത് കോഴ്സ് എടുത്താലും, അതായത് ഇപ്പം അതിനുവേണ്ടി നമുക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് ലാംഗ്വേജ് ക്രൈറ്റീരിയ CLB എത്രയാണ് വരുന്നത്? കോളേജ് ആണെങ്കിൽ അല്ലേ? 6-5-5 യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 7 വേണം. അപ്പൊ ആ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള ടെസ്റ്റ് നമ്മൾ കൃത്യമായിട്ടും കൊടുക്കണം. അതെ. പിന്നെ ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേനും ഹെൽത്ത് കെയറും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ ഉള്ള നിങ്ങൾക്ക് ഇൻഷുറൻസിലായിരിക്കും ഇവിടെ വന്നത്. അതെ. അത് എത്ര നാൾ വരെ വാലിഡ് ആണ്? അത് കോളേജിന്റെ ഇൻഷുറൻസ് ആണ്. അപ്പൊ കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. അതിന്റേതായ ഇൻഷുറൻസിന്റെ ഇതിലുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സെന്റേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഹെൽത്ത് കെയറിലാണെങ്കിലും ഇപ്പം കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പം ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് പഠിക്കാൻ വേണ്ടി കൂടുതൽ ആളുകൾ ഇവിടെ വരും. കാരണം ചെറിയ ഷോർട്ട് ടേം പ്രോഗ്രാം ഒക്കെ ആയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച ന്യൂസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇംപ്രൂവ്മെന്റ്സ് ഒത്തിരി വരുന്നുണ്ട്. പിന്നെ ഇനി എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇവിടെ വന്ന ശേഷം ആളുകൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ ഇനി പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി? നല്ല കൺട്രിയാ കമ്പാരിറ്റീവ്ലി ഇന്ത്യ. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഒരുപാട് നല്ല നല്ല റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് ആദ്യമൊന്നും പെട്ടെന്ന് ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ അഡാപ്റ്റ് ആവും, റൂൾസ് ആണെങ്കിലും എല്ലാം. പിന്നെ ഇവിടെ വരുന്നവര് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതിരിക്കുക. നമ്മൾ സ്വന്തം കാര്യം നോക്കി നടക്കുക. ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് കഴിഞ്ഞാൽ തന്നെ പരിധിവരെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാം. അതെ. അതായത് നമുക്കൊരു വ്യക്തമായ ധാരണയും കൃത്യമായ ഒരു വ്യക്തിത്വവും തീർച്ചയായിട്ടും നമുക്ക് വേണം. അതിൽ ഫേം ആയിട്ടുള്ളവർ മാത്രം ഡിസിഷൻ എടുക്കുക. പിന്നെ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് അടുത്ത വർഷത്തെ അടയ്ക്കാൻ വേണ്ടി, അതായത് ഫീസ് അടയ്ക്കാൻ വേണ്ടി ഒരു ബാക്കപ്പ് ഓപ്ഷനും കരുതി വെക്കുക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്ത് പോന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. ഈ കഴിഞ്ഞ ദിവസം കുറെ കോഴ്സുകളെ പറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചില കോഴ്സുകൾക്ക് ഇനി PGWP കിട്ടില്ല എന്നുള്ളത്. അത് റീസെന്റ് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് എന്നേ ഉള്ളൂ. അപ്പൊ അത് വരുമ്പോഴത്തേനും കോഴ്സ് സെലക്ഷൻ നോക്കുമ്പോൾ അതിനെപ്പറ്റി റിജിനയ്ക്ക് എന്താണ് തോന്നുന്നത്? നാട്ടിൽ ഇപ്പോൾ ഓൾറെഡി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കഴിഞ്ഞു, അത് ബന്ധപ്പെട്ടുള്ളത് എടുത്തു. ഇനിയിപ്പോ വരുന്നവർക്ക്, പ്രത്യേകിച്ചും ഡിഗ്രി കഴിഞ്ഞവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു കോഴ്സ് സെലക്ഷൻ ഏതൊക്കെയായിരിക്കും ബെറ്റർ? അങ്ങനെ ഒരു കുറെ റൂൾ വന്നിട്ടുണ്ട്. കോമൺ ആയിട്ട് എല്ലാവരും എടുത്തിട്ട് വരുന്ന കുറെ റൂൾസ് ഉണ്ട്. സപ്ലൈ ചെയിൻ, പ്രൊജക്ട് മാനേജ്മെന്റ്, അങ്ങനെ കുറെ കോമൺ ആയിട്ട് എപ്പോഴും എടുത്തുകൊണ്ട് വരുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറെ കോഴ്സുകളെല്ലാം ഇപ്പൊ അവര് എടുത്തു കളഞ്ഞെന്നല്ല, അതിന് PGWP കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം വന്നു കഴിഞ്ഞാൽ പഠിച്ചിട്ട് പോകേണ്ട ഇതാണ്, നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളേതായ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് വൈസോ അല്ലെങ്കിൽ അവർ പറയുന്ന ലിസ്റ്റിലുള്ള ജോബ് ഏതെങ്കിലും എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് PGWP കിട്ടത്തുള്ളൂ. അതുപോലെ കോളേജ് സെലക്ഷനും അതുപോലെ കുറെ ക്രൈറ്റീരിയ ഉണ്ട്. പബ്ലിക് പ്രൈവറ്റ് കോളേജ് ഉണ്ട്, അതുപോലെ വെറും പബ്ലിക് കോളേജ് ഉണ്ട്. അപ്പം അതിന്റെ മെയിൻ ബ്രാഞ്ചിലോട്ട് മാത്രം പോകാൻ നോക്കുക. അല്ലാത്ത കോളേജസ് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കോഴ്സ് കഴിയുമ്പോഴേക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകണം. ഓക്കെ. ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ CIC.gc.ca വെബ്സൈറ്റ് നോക്കിയാൽ മതി. അതിൽ ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കൂടുതൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ നോക്കുക. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നാട്ടിൽ നിന്ന് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കൺസൾട്ടൻസി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ശേഷം മുന്നോട്ട് PR വരെ എത്തുന്നവരെയുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അഡ്വൈസസ്, പിന്നെ കോളേജ് ചേഞ്ച് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ PR-ൽ ഇവിടെ എത്തിയിട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പല കോഴ്സുകളും ഉണ്ട്. അതിനെ പറ്റി റിജിനയ്ക്ക് എന്തെങ്കിലും അറിയാമോ? വാട്സാപ്പ് വഴി നമുക്ക് PR സിറ്റിസൺ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് മീൻസ് അവർക്ക് ഗ്രാന്റ് കിട്ടും. അത് അവർക്ക് തിരിച്ചടക്കേണ്ടി വരില്ല. എക്സ്ട്രാ ലോൺ എടുത്താൽ മാത്രം അത് 10 എത്രയോ വർഷത്തിനുള്ളിൽ തിരിച്ചടക്കണം. അതൊരു നല്ല ഓപ്ഷനാണ്. ഒരു തരത്തിൽ നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. ഒരുപാട് നല്ല നല്ല കോഴ്സസ് ഉണ്ട് നമ്മളെ കരിയറിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് കരിയറിലോട്ട്, കാരണം അതിൽ കോപ്പ് വരുന്നുണ്ട്, ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്, പിന്നെ കുറെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ കോഴ്സിന്റെ കൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് വരുന്നവർക്ക് നല്ലതാണ് ഒരു ഫീൽഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അതെ, തീർച്ചയായിട്ടും. പല സമയങ്ങളിലും റിജിന നമ്മുടെ കമ്പനിയുടെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മുടെ പല ക്യാമ്പയിൻസിലും വരാറുണ്ട്. കുറെ നാളായിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അമ്മയും ഹസ്ബൻഡും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ലൈവിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആള് തന്നെയാണ്. അപ്പോൾ പല ഇൻപുട്ടുകളും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് രചന ഫോർ കമ്മിങ് ഫോർ ദിസ് പോഡ്കാസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ രചന പല ലൈവ് സെഷനിലും കൂടുന്നതായിരിക്കും, ഇടയ്ക്കൊക്കെ കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒപ്പീനിയൻസും ഒക്കെ ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ചയും ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു. ബൈ. താങ്ക് യു. ഓക്കെ, ബൈ. ബൈ.